നല്ല മോക്ക് എക്സാമിനേക്കാളും നല്ല സിമ്പിളായിരുന്നു. ആർക്ക് അവയർനെസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ വന്നത്. കുറേ ഡയറക്റ്റ് പ്രതീക്ഷിച്ച പോയെ, പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഓവറോൾ ഈ ഒരു JEE എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. ഈസി ആയിരുന്നു. പ്രതീക്ഷയിലും ഈസി ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു, എഴുതാൻ പറ്റിയെല്ലാം. ഡ്രോയിങ് ഒക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോയി. സിമ്പിളാണ്, കമ്പാരറ്റീവ്ലി നോക്കിയാൽ ഇച്ചിരി സിമ്പിളാണ്. കുഴപ്പമില്ല. ഡ്രോയിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേൽ അവരൊരു പിക്ചർ കാണിക്കുക, എന്നിട്ട് അത് നോക്കി വരയ്ക്കുക, ഷെയ്ഡിങ് ഒക്കെ ചെയ്തിട്ട്. പിന്നെ രണ്ടാമത്തേൽ അവർ ഇഷ്ടത്തിന് വേറെ എന്തെങ്കിലും, ഇപ്പം ഈ പ്രാവശ്യമാണെങ്കിൽ അവർ ചോദിച്ച് ഒന്ന് കോമ്പോസിഷൻ ആയിരുന്നു, 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, കോമ്പോസിഷൻ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു സീന് വരയ്ക്കാൻ പറഞ്ഞു. ഡ്രോയിങ്ങിൽ തൂമ്പായിരുന്നു, ഹോമിയോസ് തൂമ്പായിരുന്നു ഞങ്ങൾക്ക് റെൻഡറിങ്ങിന് വേണ്ടി ചോദിച്ചത്. പക്ഷേ കമ്പാരറ്റീവ്ലി അത് ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ കോമ്പോസിഷൻ, റെൻഡറിങ്, കളറിങ് ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. പിന്നെ മാത്സിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്? മാത്സ് പാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു എല്ലാം? അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യനൊക്കെ കോണിക്കിൽ നിന്നും സ്ട്രേറ്റ് ലൈനിൽ നിന്നും സെറ്റ്സിൽ നിന്നൊക്കെ കുറേ ഡയറക്റ്റ് പ്രതീക്ഷിച്ച പോയെ, പക്ഷേ ഇതുവരെ വന്ന മോഡലിന് ഇത്തിരി വ്യത്യാസമുണ്ട്. 2-3 കൊല്ലമായിട്ട് റിപ്പീറ്റ് ചെയ്ത ചോദ്യമൊക്കെ ഇതിലുണ്ടായില്ല. അത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്, അതൊന്നും ഉണ്ടായില്ല. ആപ്റ്റിറ്റ്യൂഡൊക്കെ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയായിരുന്നോ? അതൊക്കെ തിങ്കിൻ്റെ മറ്റേ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണോണ്ട് ആപ്റ്റിറ്റ്യൂഡൊക്കെ എളുപ്പമായി. പിന്നെ അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ആപ്റ്റിറ്റ്യൂഡിൽ മൊത്തം PYQ തന്നെ റിപ്പീറ്റ് ചെയ്യുക ചെയ്തത്. വേറെ പുതിയതായിട്ടൊന്നും അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഫുള്ള് പ്രീവിയസ് ഇയറിൽ നിന്ന് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, പുതിയതായിട്ടൊന്നും ഉണ്ടായില്ല. ഈസി ആയിരുന്നായിരിക്കും അല്ലേ ആപ്റ്റിറ്റ്യൂഡ്? കാരണം പഠിച്ചത് തന്നെ പിന്നെയും ഈസി ആയിരുന്നായിരിക്കും. ഓക്കെ. വാട്ടർ ഇമേജ്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതാൻ പറ്റിയായിരുന്നോ? ലൈക്ക് എല്ലാ പാർട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നോ? ടൈം മാനേജ്മെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയായിരുന്നോ? ടൈം കുഴപ്പമില്ലായിരുന്നു, കിട്ടിയായിരുന്നു. ഞാൻ കംപ്ലീറ്റ് ആക്കി, പക്ഷേ എന്നാലും കുറച്ചുകൂടി ടൈം അതന്നെ ഞാനും കംപ്ലീറ്റ് ആക്കി. കുറച്ചുകൂടി ടൈം ബെറ്റർ ആക്കാൻ കുറച്ചും കൂടി ടൈം കിട്ടിയാൽ കുറച്ചും കൂടി നന്നായിട്ട് എഴുതാമായിരുന്നു അല്ലേ? അങ്ങനെയാണോ? പിന്നെ ഏത് പോർഷനിലാണ്, ഏത് പാർട്ടിലാണ് നിങ്ങൾക്ക് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയി തോന്നിയത്? എനിക്ക് ഡ്രോയിങ് കുറച്ച് ടൈം കൺസ്യൂമായിട്ട് തോന്നിയത്. ഡ്രോയിങ് അതിനാണ് പ്രശ്നം. സീൻ ഡ്രോയിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു ഇച്ചിരി തോന്നി. തിങ്കിൻ്റെ മോക്ക് എക്സാം ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. തിങ്കിൻ്റെ എക്സാം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. തിങ്കിൻ്റെ മോക്ക് എക്സാം കുറച്ചുകൂടെ പാടാണെങ്കിൽ അത് ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി തോന്നും. ശരിക്കും നല്ലോണം ഹെൽപ്ഫുള്ളായെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ടൈം നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റി. നല്ല രീതിക്ക് ടൈം ഒരു വിധത്തിൽ നമുക്കൊരു സ്ട്രക്ചർ, ഇത് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, ഒരു സ്ട്രക്ചർ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഓവറോൾ വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി നമ്മൾ അവിടുത്തെ ക്വസ്റ്റ്യൻ പുതിയതായിട്ട് കാണാൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. തിങ്കിലത്തെ എക്സാം കുറച്ച് പാടായിരുന്നു, പക്ഷേ അത് വെച്ച് അപ്പം അങ്ങനെ പഠിക്കുമ്പം നമുക്കിത് എളുപ്പമായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നമ്മൾ പഠിക്കും. അങ്ങനെ വന്നപ്പോൾ ഇത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. ഭയങ്കര എളുപ്പമായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര എളുപ്പം. അപ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ തിങ്കിൽ തന്നെ കുറേ മോക്ക് എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി അല്ലേ? ഡെഫിനറ്റ്ലി നല്ല മോക്ക് എക്സാമിനേക്കാളും നല്ല സിമ്പിളായിരുന്നു. ആർക്ക് അവയർനെസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെയാണ് വന്നത്. തിങ്കിൽ വരുമ്പോൾ കാണാത്തതൊക്കെയാണ് വരുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി അത് നല്ല ഒരു എളുപ്പമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഔട്ട് ഓഫ് 10 നിങ്ങൾ ഈ ഒരു JEE എക്സാം എത്ര റേറ്റ് ചെയ്യും? ഒരു 8 to 9. 8.5. ഞാൻ 7. Okay guys, അപ്പോൾ thank you.